Hello all. Let's talk about a message to world leaders, a speech delivered by Sir David Attenborough. So the first question will definitely be, who is David Attenborough? സർ ഡേവിഡ് ആറ്റൻബറോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പ്രസൻറ്റർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററീസിനകത്തുള്ള കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നേച്ചറിനെ പറ്റിയിട്ടും ഹ്യൂമൻ ബീങ്സിൻ്റെ പല പല ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നേച്ചറിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നത് എന്നും ആ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സർ ഡേവിഡ് ആറ്റൻബറോ എന്ന് പറയുന്നത്. 74th UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് UN ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് നടക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റി AEC സിലബസിനകത്ത് പഠിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരുപാട് ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണെന്ന്. അദ്ദേഹം ഇവിടെ സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഐ കൺസിഡർ മൈസെൽഫ് ആസ് എക്സ്ട്രീംലി ഫോർച്ചുനേറ്റ്. ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് നേച്ചറുമായിട്ട് ഇടപഴകി ആ നേച്ചറിനെ പറ്റിയിട്ട് ഒരുപാട് ഡോക്യുമെൻ്ററീസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നേച്ചറിനെ നല്ലവണ്ണം അറിയാനും അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ഹ്യൂമൻ ബീങ്സ് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളും അല്ലാതെ ഹ്യൂമൻ ബീങ്സിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നെന്നും അതേപോലെ നേച്ചറിൻ്റെ ബ്യൂട്ടിയും ഈ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം എനിക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ലഭിച്ചത് ഞാൻ നടത്തിയ ജേർണിയിലൂടെയും ഞാൻ ചെയ്ത വർക്കിലൂടെയൊക്കെയാണ്. അപ്പം ഞാൻ അത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നേച്ചർ ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ബ്യൂട്ടിഫുൾ സീനറീസ്. എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉള്ള ഒരു സ്ഥലമല്ല നേച്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പല ആക്ഷൻസും ആ നേച്ചറിനെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ നേച്ചറിൻ്റെ ബ്യൂട്ടി മാത്രമല്ല, വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പല പല ചേഞ്ചസും നേച്ചറിൽ വരുന്നതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ അതെല്ലാം വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് അതിൽ വരുത്തുന്ന ചേഞ്ച് ചിലപ്പം നേച്ചറിനെ തന്നെ രക്ഷിച്ചേക്കാം. നിങ്ങളെ നെഗറ്റീവ്ലി ബാധിക്കുന്ന തരത്തിൽ നേച്ചറിന് ഒരു ചേഞ്ച് വരാതെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ എൻറ്റയർ സിവിലൈസേഷൻ തന്നെ നശിപ്പിക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് നേച്ചർ. നിങ്ങൾ നല്ലതായിട്ടാണ് നേച്ചറിനെ നോക്കുന്നതെങ്കിൽ നേച്ചർ നിങ്ങളെ നന്നായിട്ട് നോക്കും. തിരിച്ചാണെങ്കിൽ നേച്ചർ നിങ്ങളെ മൊത്തത്തിലുള്ള സിവിലൈസേഷൻ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പവറാണ് നേച്ചർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹോളോസീൻ എന്നാണ് ആ കോൺസെപ്റ്റിനെ പറയുന്നത്. ഈ ഹോളോസീൻ എന്ന് പറഞ്ഞാൽ ഏർത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ ഒരു 12,000 years ആയിട്ട് എങ്ങനെയാണ് ഏർത്തിലെ ഓരോ കാര്യങ്ങളും, ഏർത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോട്ടൽ ഹിസ്റ്ററി, ഹ്യൂമൻ ബീങ്സ് എങ്ങനെ വന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് കാലക്രമേണ ഏർത്തിൽ നടന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു എൻറ്റയർ ഹിസ്റ്ററിനെയാണ് ഹോളോസീൻ എന്ന് പറയുന്നത്. ആ ഹോളോസീൻ എന്ന് എടുത്ത് പറയുന്നതിന് മുൻപേ ഉള്ള സമയങ്ങളിൽ ആദ്യമേ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് അൺസ്റ്റേബിൾ ആയിരുന്നു. ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ചൂട്, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്. നമുക്ക് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഹ്യൂജ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സിവിലൈസേഷൻ വാസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ സമയത്ത് ഹ്യൂമൻ ബീങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഏതോ ഒരു സമയത്ത് ക്ലൈമാറ്റിക് സ്റ്റെബിലിറ്റി വന്നു. ആ സ്റ്റെബിലിറ്റിയിലൂടെയാണ് സിവിലൈസേഷനും ഹ്യൂമൻ ബീങ്സും അഗ്രികൾച്ചറും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിലേക്ക് എത്തിയത്. ആ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പം ഹ്യൂമൻ ബീങ്സ് വന്നു, അഗ്രികൾച്ചർ വന്നു, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനിൽ വരെ എത്തി നിൽക്കുന്നത് ആ ക്ലൈമറ്റിന് അൺസ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലൈമറ്റിന് സ്റ്റെബിലിറ്റി എന്ന് വന്നോ അന്ന് തൊട്ടാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് എന്ന്. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഇൻ്റർനാഷണൽ റിലേഷനും ട്രേഡും ഈ കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതെല്ലാം നേച്ചറിൽ നിന്നാണ്. ഈ ക്ലൈമറ്റിക് സ്റ്റെബിലിറ്റി കിട്ടിയ ആ സമയം തൊട്ടാണ് നമുക്ക് ഹ്യൂമൻ ബീങ് നമ്മൾ വളർന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടൊരു സ്പീഷ്യസ് ആയിട്ട് നമ്മൾ മാറിയത്
ഇങ്ങനെ തന്നെയെന്ന് എടുത്തു പറയണം. എങ്കിലേ നമുക്കൊരു ബോധം വരത്തുള്ളൂ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് അതിന് കാരണം എന്നുള്ളത്. സോ നേച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. നമ്മൾ വളർന്നു വന്ന എല്ലാ സാഹചര്യത്തിലും നേച്ചർ ഒരു നല്ല ഹെൽപ്പ് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വെച്ച് നമ്മളുടെ ജീവിതകാലം മൊത്തം നേച്ചർ നമുക്ക് പ്രൊവൈഡർ ആയിട്ട് നിൽക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രമേ നിൽക്കൂ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ആക്ടിവിറ്റീസും കൂടെ ഇതിന് പല രീതിയിലുള്ള ഇമ്പാക്റ്റും കൊടുക്കുന്നുണ്ട്. നേച്ചർ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, നല്ല രീതിയിൽ നിൽക്കണോ അതോ ചീത്ത രീതിയിൽ നിൽക്കണോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസാണ്. നിങ്ങൾ നേച്ചറിനെ തരം താഴ്ന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ നേച്ചർ എന്തിനാണ് നിങ്ങളെ അല്ലാത്ത രീതിയിൽ കാണേണ്ടത്? നേച്ചറും തിരിച്ച് അതേപോലെ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് നേച്ചറിനോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും കാണിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നേച്ചർ വിൽ നോ ലോങ്ങർ ബി യുവർ പ്രൊവൈഡർ. ഒന്നും നിങ്ങൾക്ക് തരുന്ന ഒരാളായിരിക്കത്തില്ല നേച്ചർ, പക്ഷേ നേച്ചർ നിങ്ങളുടെ ഡിസ്ട്രോയർ ആയിട്ടും മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഹോളോസീൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യാൻ പറ്റുന്ന നേച്ചർ, ക്ലൈമറ്റ്, പ്ലാനറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നമ്മളുടെ കൂടെ ഇല്ല. കാരണം നമ്മളുടെ തന്നെ ആക്ടിവിറ്റീസാണ്. പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കളിയൊന്നും അല്ല ഇവിടെ, നമ്മളുടെ തന്നെ കുറ്റം കൊണ്ടാട്ടാ. അപ്പം ഒരു അത്തരത്തിൽ നേച്ചറിനെ നശിപ്പിക്കാതെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പം നിങ്ങളെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിലും ഒരു കൺട്രോൾ കിട്ടും. നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ ആ കൺട്രോൾ കിട്ടും. നിങ്ങൾ നേച്ചറിനെ നശിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് നേച്ചർ നിങ്ങളെ നശിപ്പിക്കാനേ നോക്കത്തുള്ളൂ. അപ്പം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ക്ലാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, വേൾഡ് ലീഡേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സമ്മിറ്റിനകത്താണ് ഈ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് അറ്റൻബറോ പറയുന്നതെന്ന് വെച്ചാൽ വേൾഡ് ലീഡേഴ്സ് ആണ് ഇവിടെ എൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഫ്യൂച്ചർ ജനറേഷന് വരെ ഹെൽപ്ഫുള്ളായിട്ട് മാറിയേക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ കയ്യിലും കൺട്രോൾ ഉണ്ട്, പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ആൻഡ് ഓൾസോ 2020 ഈസ് കൺസിഡേർഡ് ആസ് എ സൂപ്പർ ഇയർ. ഒരുപാട് ഗ്ലോബൽ സമ്മിറ്റുകളും കോൺഫറൻസും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ ഓഷൻ റിലേറ്റഡ്, നേച്ചർ റിലേറ്റഡ്, ക്ലൈമറ്റ് റിലേറ്റഡ്, അഗ്രികൾച്ചർ റിലേറ്റഡ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല പല കോൺഫറൻസസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന വർഷമാണ് 2020. അത്തരത്തിലുള്ള മേജർ ഡിസിഷൻസ് എടുക്കുന്ന 2020 നിങ്ങൾ ചിലപ്പം ഇപ്പം കൂടിയിട്ട് നമ്മളെല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ട് 2 വർഷം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ആക്കുവാണെങ്കിൽ ചിലപ്പം വരാൻ പോകുന്ന 1000 വർഷത്തേക്കുള്ള അത്രയും ജനറേഷൻസിന് അത് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, ഏർത്തിനെ ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാനായിട്ടുള്ള തീരുമാനം ഈ സമയത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങളെ ഓർക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സ്പീച്ച് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്.